പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ വളരെ ദയനീയമാണ് കേട്ടോ. മലയാള സിനിമയിൽ ഒരു സിനിമാ താരങ്ങൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ ചെളിവാരി എറിയുന്ന രംഗം കാണുമ്പോൾ സത്യത്തിൽ വിഷമം തോന്നുകയാണ്. നമ്മളൊക്കെ മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. സത്യത്തിൽ ഈ സിനിമയിൽ സംഭവിച്ചൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിലത്തേക്ക് കടന്നു കയറിയെന്നാണ്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവമില്ലായിരുന്നു. ഒന്നോ രണ്ടോ ആൾക്കാർ അതിൽ ഉണ്ടെന്നല്ലാതെ അവരതിലത്തേക്ക് സജീവമായി പ്രവർത്തിക്കാൻ മെനക്കെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാർ അതിലത്തേക്ക് നുഴഞ്ഞു കയറി അവരാധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യത്തിൽ നടക്കുന്നത്. പിന്നെ എത്രയോ നല്ലതുപോലെയാണ് മോഹൻലാലും ഇത് കൊണ്ടുപോയത്. ഇടവേള ബാബുവും എത്ര നന്നായിട്ട് കൊണ്ടുപോയി. എന്നിട്ട് വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ശ്വേതാ മേനോന് കൊടുത്തു. സത്യത്തിൽ എല്ലാവരും കരുതി കേട്ടോ, ശ്വേതാ മേനോൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കും, നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് കരുതി. പക്ഷേ അവര് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കണ്ണാടിയും വെച്ചിട്ട് ഈ ഷോ കാണിക്കുന്ന പരിപാടിയല്ലാതെ വേറെ ഒന്നും നടന്നില്ല. എന്തായിരുന്നാലും മലയാള സിനിമയിലെ ചെളിവാരി തേക്കുന്ന പരിപാടിയായി പോയത്. എത്രയോ ആരാധകരുള്ള ഒരു സിനിമാ ഫീൽഡിലുള്ള ഈ പ്രവർത്തകരെ ഈ കാട്ടിക്കൂട്ടുന്ന കണ്ടിട്ട് സത്യത്തിൽ മലയാളികൾ ലജ്ജിക്കുകയാണ്. ഒരു അച്ചടക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുക, എന്തൊക്കെയാണ് നടക്കുന്നത്? മലയാളത്തിലെ ഇങ്ങനത്തെ ഉള്ള ഒരു സംഘടനയെ നിയന്ത്രിക്കാനായിട്ട് കഴിവുള്ള എത്രയോ ആൾക്കാരുണ്ട്. അവർ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. സ്ത്രീകളെ കൊണ്ട് ഇത് പറ്റത്തില്ല. കഴിഞ്ഞാൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പവർഫുള്ളായ ഇത് പറഞ്ഞ് നടത്തിക്കാനായിട്ടുള്ള കെൽപ്പുള്ള ആണുങ്ങൾ തന്നെ വേണം. എത്രയോ നാട് മോഹൻലാൽ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി പുള്ളി രാജിവെച്ചു പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പം എന്താ സംഭവിച്ചത്? എല്ലാവരും കൂടെ ആ പുള്ളിയെ തലപ്രാന്തടിപ്പിച്ചു. അതിന് ബദലായിട്ട് കൊണ്ടുവന്ന ഒരു ആളിന് അതേപോലെ നന്നായി ഇത് കൊണ്ടുപോകാനും പറ്റുന്നില്ല. സത്യത്തിൽ ഇതിലൊക്കെ ഒരു മാറ്റം വന്ന് നല്ലൊരു സംഘടന വന്ന് ഈ സംഘടനയെ മുമ്പോട്ട് നയിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടന്മാർ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഒരുപാട് വിഷമമുണ്ട്. നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ഭരണസമിതി വന്ന് ഇത് നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.